മക്കളെ, നമ്പേഴ്സിൻ്റെ നമ്മുടെ 13ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ 13ാമത്തെ പാർട്ട് വീഡിയോയോടുകൂടെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പം 13 പാർട്ട് വീഡിയോ ആയി. ഇതും കൂടെ കൂടുമ്പോൾ 13 പാർട്ട് വീഡിയോ ആയി. കുറേ ടൈപ്പ് ചോദ്യങ്ങളായി അല്ലേ? യെസ്. അപ്പം ഒരു വലിയ ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറേ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പിന്നെ വലിയ ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. കുറേ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് എന്നല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല അല്ലേ? അപ്പം നമ്മൾ ഇന്ന് 13ാമത്തെ വീഡിയോയിൽ നമ്മൾ 26ാമത്തെ ടൈപ്പ് ചോദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈപ്പ് 26, 25 വരെ കഴിഞ്ഞു. ഇത് 26 ആണ്. എന്താണ് ചോദ്യം എന്ന് നോക്കാം. ശ്രദ്ധിച്ച് കേട്ടു മക്കളെ. ചോദ്യം ഇതാണ്: 29 ഇൻറ്റു 22 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. അതായത് 22 ഇൻറ്റു 29 ഇൻറ്റു 15 ബൈ 9. അതായത് ഈ മുകളിൽ കിടക്കുന്ന സംഖ്യേനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണാനാ ചോദ്യം. സാധാരണഗതിക്ക് ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ ഗുണിക്കുക, ഒരു വലിയ സംഖ്യ കിട്ടും, അതിനെ 9 കൊണ്ട് ഹരിക്കുക, അപ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക. നമ്മുടെ സമയം എല്ലാം പോകും അല്ലേ? എന്താണ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അതിന് ഷോർട്ട് കട്ട്, ഷോർട്ട് മെത്തേഡ് ഒന്നുമില്ല മക്കളെ. സിമ്പിൾ പരിപാടി. ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം 29നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കണം. നമുക്കറിയാം 27, 9 ഇൻറ്റു 3, ബാക്കി 2 ശിഷ്ടം. ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക. 29നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണുക. 29നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 3 27, ബാക്കി ശിഷ്ടം 2. 22നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക. 18 ആണോ 9ൻ്റെ മൾട്ടിപ്പിൾ, ബാക്കി 4 ആണോ? 15നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക. നമുക്കറിയാം 9 കഴിഞ്ഞ് ബാക്കി ശിഷ്ടം 6. ഓരോന്നിനെയും സെപ്പറേറ്റ് 9 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്ര ശിഷ്ടങ്ങൾ കിട്ടിയെന്ന് നോക്കി. 24നെ ഹരിച്ചപ്പോൾ 2 ശിഷ്ടം, 22നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 4 ശിഷ്ടം, 15നെ 9 കൊണ്ട് ഹരിച്ചപ്പം 6 ശിഷ്ടം. ഇനി ഈ ശിഷ്ടങ്ങളെല്ലാം കൂടി അങ്ങ് ഗുണിക്കുക. എത്ര കിട്ടി നമുക്ക്? 6 8 48 എന്ന് കിട്ടി ആണോ? ഇനി ഈ 48നെ 9 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം. 48നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 45 9ൻ്റെ മൾട്ടിപ്പിളാണ്. ശിഷ്ടം 3 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കുഞ്ഞുങ്ങളെ 3 ആണ്. ഇതാണ് ചെയ്യേണ്ട രീതി. അപ്പം 29 ഇൻറ്റു 22 ഇൻറ്റു 15നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്ന് ചോദിച്ചാൽ 29നെ മാത്രം ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. 22നെ മാത്രം 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. 15നെ മാത്രം 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. ആ ശിഷ്ടങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചു. അതെല്ലാം കൂടെ ഗുണിച്ചു മറക്കരുത്, ഗുണിക്കണം. അപ്പം 48 കിട്ടി. ഈ 48നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡിയാണോ? ആണ്. എങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം 89 ഇൻറ്റു 108 ഇൻറ്റു 124 ഇതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. കേൾക്കുന്നുണ്ടോ? അപ്പം ഓരോന്നിനെയും 11 കൊണ്ട് ഹരിച്ച് നോക്കണം. അപ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ മുകളിൽ എഴുതാം. 89നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 1, കാരണം 88 11ൻ്റെ മൾട്ടിപ്പിളാണ്. 108നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 9 കഴിഞ്ഞ് ബാക്കി 9 ശിഷ്ടം വരും. ശരിയല്ലേ? ആണ്. 124നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 121 11ൻ്റെ മൾട്ടിപ്പിളാണ്. ബാക്കി 3 വരും. ചെയ്തത് ക്ലിയർ ആണോ? ഞാൻ ആദ്യം ചെയ്തത് 89നെ 11 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 1 ശിഷ്ടം. 108നെ 11 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 9 ശിഷ്ടം. ഓക്കെ. 124നെ 11 കൊണ്ട് ഹരിച്ചു, അപ്പം 3 ശിഷ്ടം. ഇനി ഈ ശിഷ്ടങ്ങളെല്ലാം കൂടെ ഗുണിക്കുക. ഓക്കെ. എത്ര കിട്ടി? 27 കിട്ടി ആണോ? ഈ 27നെ 11 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും, ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം. 27നെ 11 കൊണ്ട് ഹരിക്കുമ്പം 22 കഴിഞ്ഞ് ബാക്കി 5 വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 5 ആണ്. ആൻസർ 5. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ. സംഗതി സെറ്റാണോ? ആണ്.
എങ്കിൽ മുന്നോട്ട് നമ്മൾ വീണ്ടും പോകുന്നു, മുന്നോട്ട്. ചോദ്യം 19 × 30 × 45 ഡിവൈഡഡ് ബൈ 14 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. അപ്പോൾ ഓരോന്നിനെയും ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം സെപ്പറേറ്റ് കാണാം. 19നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം, 30നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ 28 കഴിഞ്ഞ് ബാക്കി 2 ശിഷ്ടം, 45നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ 42, 14 × 3 42, ബാക്കി ശിഷ്ടം 3. അപ്പം എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 30 കിട്ടി. ആണോ? ഈ 30നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം 28, ബാക്കി ശിഷ്ടം 2. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. എത്ര കിട്ടി? 2 ആണ്. പക്കയാണല്ലോ ചെയ്യാൻ? ആണ്. എങ്കിൽ അടുത്ത ഒരു ചോദ്യം 25 × 26 × 27 ഡിവൈഡഡ് ബൈ 24 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. ഓരോന്നും ചെയ്യാം. ഇവിടെ 1 ശിഷ്ടം 25നെ 24 കൊണ്ട് ഹരിക്കുമ്പം, ഇവിടെ 2 ശിഷ്ടം 24നെ 26 കൊണ്ട് ഹരിക്കുമ്പം, ഇവിടെ 3 ശിഷ്ടം. എല്ലാം കൂടെ ഗുണിക്കുക. എത്ര കിട്ടി? 6 കിട്ടി. അപ്പം 6നെ 24 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പം ശിഷ്ടം എത്ര തന്നെ വരും? 6 തന്നെ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ് മക്കളെ? 6 ആണ്. കണ്ടോ? ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ 6 കിട്ടി. നിങ്ങൾ 6നെ 24 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എത്ര തന്നെയാണ്? 6 തന്നെയാണ്. 6ൽ 24 ഒരു തവണ പോലും അടങ്ങിയില്ലല്ലോ. അപ്പോൾ 6നെ 24 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം 6 തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 6 ആണ്. ഓക്കെ, മുന്നോട്ട്. ചോദ്യം 16 × 17 × 18 ഡിവൈഡഡ് ബൈ 19 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. പണി ചെറുതായിട്ടൊന്ന് പാളിയെന്ന് തോന്നുന്നു അല്ലേ? ആണ്. അപ്പം ഓരോന്നിനെയും 19 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം 16നെ 19 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് എഴുതി വെക്കുക. 3 അല്ലേ? മൈനസ് കൊടുത്ത് എഴുതുക. -3 ഡിഫറൻസ്. ഓക്കെ, വീണ്ടും അടുത്തത് ഞാൻ വീണ്ടും ചെയ്യുന്നത് 17നെ 19 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എനിക്ക് കിട്ടി -2. 2 അവിടെ ഡിഫറൻസ്, മൈനസ് ചേർത്ത് എഴുതി. 18നെ 19 കൊണ്ട് ഹരിച്ചപ്പം 1. ഞാൻ ചെയ്ത രീതി ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ 16നെ 19 കൊണ്ട് ഹരിക്കുമ്പം ഞാൻ അവിടുത്തെ ഡിഫറൻസ് ആണ് എഴുതുന്നത്. ഇങ്ങനെ ചെറിയ സംഖ്യ വരുമ്പോൾ ഡിഫറൻസ് എടുക്കണം. 16നെ 19 കൊണ്ട് ഹരിക്കുമ്പം 3 ഡിഫറൻസ്, മൈനസ് കൊടുത്തു. കാരണം മുകളിലത്തെ സംഖ്യ ചെറുതല്ലേ. അപ്പോൾ ആ ഡിഫറൻസ് മൈനസ് ആക്കി കൊടുക്കുക. ഓക്കെ, 17 19 ചെയ്യുമ്പോൾ -2, 18 19 ചെയ്യുമ്പോൾ -1. ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുക. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ശ്രദ്ധിക്കണേ. -3 × -2 × -1 -6 എന്നാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കണം, -6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? 3 × 2 × 1 6 മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ്, പിന്നെ ഒരു മൈനസും ഗുണിക്കുമ്പോൾ ഉത്തരം മൈനസ് വരും. -6 എന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ മൈനസ് കൂട്ടിയാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതെങ്കിൽ അത് 19ൽ നിന്ന് കുറച്ച് എഴുതുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. സോ 19 - 6 13 മക്കളെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കണ്ടോ? ഇതാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ശ്രദ്ധിച്ച് കണ്ടോണം, മനസ്സിലാക്കിക്കോണം ചെയ്ത രീതി എങ്ങനെയാണെന്ന്. ഒന്നുകൂടെ പറയാം. ഈ 16/19 ചെയ്തു. 19 ഒരു തവണ പോലും 16ൽ അടങ്ങില്ലല്ലോ. അതിലും വലിയ സംഖ്യയല്ലേ താഴെയുള്ളത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതിലൊക്കെ കണ്ടോ 25/24 ചെയ്യുമ്പോൾ 1 ശിഷ്ടം വരുമായിരുന്നു. കാരണം 25നേക്കാൾ ചെറുതായിരുന്നു താഴെ കിടന്നത്, 26നേക്കാൾ ചെറുതായിരുന്നു താഴെ കിടന്നത്, 27നേക്കാൾ ചെറുതായിരുന്നു താഴെ കിടന്നത്. പക്ഷെ ഇവിടെ കണ്ടോ ഈ മുകളിലുള്ളതിനേക്കാൾ വലിയ സംഖ്യയല്ലേ താഴെ കിടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ 16/19 ചെയ്യുമ്പം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എഴുതി വെക്കണം, മൈനസ് ചേർത്ത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, മൈനസ് ചേർത്ത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എഴുതി വെക്കണം, മൈനസ് ചേർത്ത്. എല്ലാം കൂടെ ഗുണിക്കണം. അപ്പം -6 എന്നല്ലേ കിട്ടിയത്. അതുകൊണ്ട് ഈ 19ൽ നിന്ന് 6 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. +6 കിട്ടിയെങ്കിൽ 6 ശിഷ്ടമായിട്ട് വരും എന്ന് മനസ്സിലാക്കാം. -6 ആയതുകൊണ്ട് 19ൽ നിന്ന് മൈനസ് ചേർത്ത് വന്നാൽ, ഫൈനൽ ഗുണിച്ച് കഴിയുമ്പോൾ മൈനസ് ചേർത്ത് വന്നാൽ
ഈ 19നെ താഴെ കിടക്കുന്നതിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം എന്ന് ഓർത്ത് വെക്കണം. നമുക്ക് 1-2 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. അടുത്ത ചോദ്യം നോക്കിക്കുക മക്കളെ. 32 ഇൻറ്റു 33 ഇൻറ്റു 34 ഡിവൈഡഡ് ബൈ 36 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം ആണോ? ആദ്യം നിങ്ങൾ നോക്കിയേ, മുകളിൽ ചെറുതും താഴെ വലുതോ, അപ്പോൾ ഡിഫറൻസ് എടുക്കണം. 32നെ 36, 32ഉം 36 നമ്മൾ വ്യത്യാസം -4, 33ഉം 36 നമ്മൾ വ്യത്യാസം -3, 34ഉം 36 നമ്മൾ വ്യത്യാസം -2, എല്ലാം കൂടെ ഗുണിക്കണം. എത്ര കിട്ടി? -12 2 24 എന്ന് കിട്ടി. ആണോ? -24 എന്ന് വന്നുകൊണ്ട് 36ൽ നിന്ന് -24 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. 12 ആയിരിക്കും ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മുകളിൽ ചെറിയ സംഖ്യ വന്നാൽ മൈനസ് ചേർത്ത് എഴുതുക, ഗുണിക്കുമ്പോൾ മൈനസ് കിട്ടിയാൽ താഴെ കിടക്കുന്നതിൽ നിന്ന് കുറച്ച് എഴുതണം, ബാക്കിയുള്ളത് എഴുതണം. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ നോക്കണേ. 15 ഇൻറ്റു 18 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ 20 ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. എല്ലാ ശിഷ്ടം കാണാനാണേ. ആദ്യം 15നെ 20 കൊണ്ട് ഹരിക്കാം. 15 ചെറുതല്ലേ മക്കളെ? അപ്പം നമുക്ക് -5 എന്ന് എഴുതണം. ആണോ? 18നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 18 ചെറുതായതുകൊണ്ട് -2 എന്ന് എഴുതണം. 23നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 23 വലുതല്ലേ, അപ്പോൾ +3 ആണ് അവിടെ. 23നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ +3 അല്ലേ. എല്ലാം കൂടെ ഗുണിക്കണം. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 5 ഇൻറ്റു 2 10 ഇൻറ്റു 3 30 കിട്ടും. അത് +30 എന്നല്ലേ കിട്ടുന്നത്, മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ? ആണ്. അങ്ങനെ പ്ലസ് വന്നാൽ ആ 30നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് നോക്കിയാൽ ഉത്തരവായി. 30നെ 20 കൊണ്ട് ഹരിക്കും കിട്ടുന്ന ശിഷ്ടം 10. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 10 ആണ്. കണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ചെയ്യാം. 20 ഇൻറ്റു 23 ഇൻറ്റു 30 ബൈ 26 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം ആണോ? യെസ്. ഇത് -6 ആണ്, ഇത് -3 ആണ്, ഇത് +4 ആണ് അല്ലേ? ആണ്. എല്ലാം കൂടെ ഗുണിക്കുക. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം 6 3 18 അല്ലേ? 18 ഇൻറ്റു 6 3 18 ഇൻറ്റു 4 വരുന്നത് എത്ര കിട്ടും? 72 വരും. അത് +72 വരുന്നത്. മൈനസ് ഇൻറ്റു മൈനസ് ഗുണിക്കുമ്പോൾ പ്ലസ് ആവും അല്ലേ? അപ്പം ആ 72നെ 26 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും ഉത്തരം. ആണോ? 72നെ 26 കൊണ്ട് ഹരിക്കുമ്പം 72 എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ, 20. ഉത്തരം പ്ലസ് വന്നേക്കുന്നത് 72. ഗുണിക്കുമ്പോൾ പ്ലസ് അല്ലേ കിട്ടണേ. അപ്പം ആ 72നെ 26 കൊണ്ട് ഹരിക്കും കിട്ടുന്ന ശിഷ്ടം കാണണം. 26 2 തവണ 52 വരെ 72 52. 26ൻ്റെ മൾട്ടിപ്പിൾ 26 ഇൻറ്റു 2 52 ആണ്. അപ്പം 52 കഴിഞ്ഞ് ബാക്കി 20 ഉണ്ട്. 20 ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു മോഡൽ ചോദ്യമാണ്. ചെയ്യുന്ന രീതി ടെക്നിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എത്രാമത്തെ ആയിരുന്നു? ഇപ്പോൾ പഠിച്ചത് 26ാമത്തെ അല്ലായിരുന്നോ? 26ാമത്തെ ടൈപ്പിലാണ് നമ്മൾ തുടങ്ങിയത്. യെസ്. അടുത്തത് 27ാമത്തെ ടൈപ്പ്. 27. ഓക്കെ, 27ാമത്തെ ടൈപ്പ് ശ്രദ്ധിച്ചോണം. ചോദ്യം ഇതാണ്. 17⁻19നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. 17⁻19നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം പഠിച്ചു വെക്കുക കേട്ടോ. x⁻n-നെ x-1 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും. x⁻n-നെ x-1 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും. ഇതുണ്ടോ? ഇവിടെ കിടക്കുന്ന സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യയാണ് താഴെ വരുന്നതെങ്കിൽ ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും. പവർ ഏത് വന്നാലും കുഴപ്പമില്ല. ഇവിടെ കണ്ടോ? അങ്ങനെയല്ലേ?
17നേക്കാൾ 1 കുറഞ്ഞ സംഖ്യയല്ലേ താഴെ. ഈ പവർ ഏത് വന്നാലും കാര്യമില്ല, ഇങ്ങനെ ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം 1 ആയിരിക്കും. കണ്ടോ? അപ്പോൾ എക്സ് റേസ് ടു എന്നിനെ x-1 കൊണ്ട് ഹരിക്കുമ്പോൾ എപ്പോഴും ശിഷ്ടം 1 ആയിരിക്കും. ഒന്ന് പഠിച്ചു വെക്കണേ, ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ഇത്രയും ചോദ്യങ്ങൾ കേട്ടോ. അടുത്ത ചോദ്യം 35/27 34 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാ മക്കളെ? 1. 35നേക്കാൾ 1 കുറഞ്ഞ സംഖ്യയല്ലേ 34. ഇങ്ങനെ ഹരിച്ചാൽ എപ്പോഴും ശിഷ്ടം 1 ആയിരിക്കും. എക്സ് റേസ് ടു എന്നിനെ x-1 കൊണ്ട് ഹരിച്ച് എപ്പോഴും ശിഷ്ടം 1 ആയിരിക്കും കേട്ടോ. അടുത്തത് 128/42 127 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം 1 ആയിരിക്കും. 128നേക്കാൾ 1 കുറഞ്ഞതല്ലേ 127. അപ്പോൾ 1 കുറച്ചുള്ള സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും. അടുത്തത് 87/13 പ്ലസ് 2 അല്ലേ നമ്മൾ 86 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും എന്നാണ് ചോദ്യം. ഇങ്ങനത്തെ വന്നിട്ടുണ്ട് എക്സാമിന് കേട്ടോ. ഓക്കെ മക്കളെ, 87/13 86 കൊണ്ട് ഹരിച്ചാൽ എത്രയാ ശിഷ്ടം? ഇതാദ്യം കണ്ടുപിടിക്കാം. എത്രയാ? 1 അല്ലേ? ആണോ? 87/13 86 കൊണ്ട് 1 കുറച്ച സംഖ്യ കൊണ്ട് ഹരിച്ച ശിഷ്ടം 1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ 2ഉം കൂടെ കൂട്ടിയ സംഖ്യേനെ 86 കൊണ്ട് ഹരിക്കുന്ന ശിഷ്ടം 3 ആയിരിക്കുകയല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ? 3 ആണ്. അതായത് 87/13 86 കൊണ്ട് ഹരിച്ച 1 ശിഷ്ടം. ഈ സംഖ്യ അതിനോട് 2ഉം കൂടെ കൂടിയ സംഖ്യ. അപ്പോൾ അതിനെ 86 കൊണ്ട് ഹരിക്കുമ്പോൾ ആ ഒരു ശിഷ്ടവും പിന്നെ 2 എക്സ്ട്രയും കൂടെ ആകെ 3 ശിഷ്ടം വരും. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചോദ്യം. 36 36/12 37 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം. ചോദ്യം മാറി. എക്സ് റേസ് ടു എന്നിനെ x-1 കൊണ്ട് ഹരിച്ചാലാണ് 1 ശിഷ്ടം. ഇവർ ചോദിച്ചേക്കുന്നത് x+1 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടുന്ന. എക്സ് റേസ് ടു എന്നിനെ x+1 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് ചോദ്യം. മക്കളെ, n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഈ എക്സ് തന്നെയായിരിക്കും ഉത്തരം. n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും ഉത്തരം. പഠിച്ചു വെച്ചോണം കേട്ടോ. എക്സ് റേസ് ടു എന്നിനെ x+1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം x+1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ n പവർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എക്സ് തന്നെ ഉത്തരം. പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും ഉത്തരം. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സ് റേസ് ടു എന്നിനെ x+1 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തേ. അപ്പോൾ പവർ ഏതാണെന്ന് ശ്രദ്ധിക്കണം. പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശിഷ്ടം 1 ആയിരിക്കും. പവർ ഓടായിരുന്നെങ്കിൽ 36 വന്നതിന് ശിഷ്ടം. പവർ ഈവൻ ആയതുകൊണ്ട് 1 ആയിരിക്കും ശിഷ്ടം. പവർ ഈവൻ വന്നാൽ 1, പവർ ഓട് വന്നാൽ 36 തന്നെ ഉത്തരം. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എഴുതിയേക്കുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോ, സംശയം വരണ്ട. എക്സ് റേസ് ടു n/x+1 ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അല്ലേ. അങ്ങനെ വരുമ്പം പവറിലേക്ക് നോക്കണം. പവർ ഓടാണെങ്കിൽ എക്സ് തന്നെ ഉത്തരവായിട്ട് എഴുതണം. പവർ ഈവൻ ആണെങ്കിൽ 1 ആയിരിക്കും ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. 13/18 14 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. 13/18 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. പവർ നോക്കണം. പവർ ഓടാണെങ്കിൽ ഉത്തരം 13ഉം പവർ ഈവൻ ആണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. പവർ ഓടാണെങ്കിൽ ഉത്തരം 13 തന്നെ വരും. പവർ ഈവൻ ആണെങ്കിൽ ഉത്തരം 1 വരും. അപ്പോൾ ഇവിടെ പവർ ഈവൻ ആണ്, ഉത്തരം 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44/32 45 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം. പവറിലേക്ക് നോക്കണം. പവർ ഈവൻ ആണ്, ഉത്തരം 1. പവർ ഈവൻ വന്നാൽ ഉത്തരം 1. നെക്സ്റ്റ് 23/31 24 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം ആണോ മക്കളെ. ഇവിടെ പവർ ഓടല്ലേ. പവർ ഓട് വന്നാൽ ഈ 23 ആയിരിക്കും ഉത്തരം.
പവറോട് വന്നാൽ 23 ആയിരിക്കും ഉത്തരം കേട്ടോ. യെസ്. അടുത്തത് 111/111നെ 112 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എത്രയായിരിക്കും? പവർ ഓടായതുകൊണ്ട് 111 തന്നെയായിരിക്കും ഉത്തരം. ഓക്കെ ആണോ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള ടെക്നിക്ക് മനസ്സിലായോ? ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈപ്പിലേക്ക് പോവാം. അടുത്തത് 28ാമത്തെ ടൈപ്പാണ്. 28 നമ്മുടെ ലാസ്റ്റ് ടൈപ്പ്, 28ാമത്തെ ടൈപ്പ് കേട്ടോ. 28. ഓക്കെ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് റോമൻ നമ്പേഴ്സാണ്. ഇടയ്ക്ക് എക്സാമിന് വന്നിട്ടുണ്ട് റെയറായിട്ട് റോമൻ നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു മാർക്ക് പോലും പോകാതെ അത്ര വാശിയോടെ എല്ലാം കവർ ചെയ്ത് വൃത്തിയായിട്ടാണ് പഠിക്കണേ. ആണോ? നമുക്കവിടെ നമ്മളൊന്നും പഠിക്കാതെ വിടുന്നില്ല, പരമാവധി വൈഡായിട്ട് വൃത്തിയായിട്ട് പഠിക്കും. അപ്പോൾ റോമൻ നമ്പേഴ്സ് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്ക് പോകരുത്, ശ്രദ്ധിച്ച് കേട്ടോണം. റോമൻ നമ്പേഴ്സ് അല്ലേ, എന്താണ് സംഭവം മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഇത്രേ ഉള്ളൂ, 0 ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണ് റോമൻ നമ്പേഴ്സ്. റോമൻ നമ്പേഴ്സിൽ 0 ഉപയോഗിക്കുന്നില്ല, ശരിയല്ലേ? ആണ്. റോമൻ അക്കങ്ങൾ രേഖപ്പെടുത്തുന്നത് 7 ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ്. 7 ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ ഉപയോഗിച്ചാണ് റോമൻ അക്കങ്ങൾ ഉപയോഗിക്കുന്നത്. 7 ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിക്കും. 7 ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ റോമൻ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 0 ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണിത്. 7 ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ റോമൻ അക്കങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്? IVX LCDM. ഇതാണ് ആ 7 എണ്ണം. IVX LCDM. അപ്പം നമുക്ക് ഈ ഐയും വിയും എക്സും പരിചയമുണ്ട് നമ്മൾ. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതുന്നത് സ്റ്റാൻഡേർഡ് 5, 6, 7 എന്നൊക്കെ എഴുതുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ IVX നമുക്ക് പരിചയമുണ്ട്. അടുത്തത് വലിയ പരിചയമില്ല, LCDM ആണോ? അത് ഓർത്തിരിക്കാൻ ഇങ്ങനെ പഠിച്ചാൽ മതി. LCD മോണിറ്റർ. എന്താണ് LCD മോണിറ്റർ? എന്താണ് LCD മോണിറ്റർ? അപ്പോൾ IVX LCD മോണിറ്റർ, IVX LCD മോണിറ്റർ കേട്ടോ. LCD മോണിറ്റർ ആണ് വീട്ടിലുള്ളത്. LCDM, IVX LCDM. അതിൽ I എന്ന് പറഞ്ഞാൽ 1 V എന്ന് പറഞ്ഞാൽ 5 X എന്ന് പറഞ്ഞാൽ 10 ഇത്രയും നമുക്കറിയാം. L 50 കേട്ടോ. C സെഞ്ചുറി എന്ന് ഓർത്താൽ മതി, 100. D എന്ന് പറഞ്ഞാൽ 500, M എന്ന് പറഞ്ഞാൽ 1000. ഒന്ന് ഓർത്തോണേ. ഓക്കെ. I 1, V 5, X 10, L 50, C 100, D 500, M 1000 കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കാൻ എങ്ങനെ പഠിക്കും? LCD മോണിറ്റർ, IVX LCD മോണിറ്റർ, IVX LCD മോണിറ്റർ, LCDM, C 100, M 1000, C 100 സെഞ്ചുറി, LCD D 500, M 1000 കേട്ടോ. IVX അറിയാം, 1, 5, 10, L 50, C സെഞ്ചുറി 100 എന്ന് ഓർത്താൽ മതി, D 500, M 1000. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 7 ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ. ക്ലിയർ ആണല്ലോ? അപ്പം 0 ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണിത്. ഇതിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ 7 എണ്ണമാണ്. IVX LCDM, M 1000, C സെഞ്ചുറി 100, D 500, L 50, I 1, V 5, X 10. ഓക്കെ ആണോ? ആദ്യം ഇത് പഠിക്കണേ. പഠിച്ചല്ലോ? ഓക്കെ. പഠിച്ചിട്ട് ബാക്കി കാണുക. ഇനി കുറച്ച് റൂളുകളൊക്കെ ബേസ് ചെയ്താൽ മക്കളെ ഇതിൽ സംഖ്യകൾ എഴുതുന്നത്. ഓക്കെ. കുറച്ച് റൂളുകളൊക്കെ ബേസ് ചെയ്താൽ അതിൽ റൂൾ നമ്പർ 1 ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം അതിൻ്റെ വില കൂട്ടുക എന്നാണ് നിയമം. ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം അത് ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം അതിൻ്റെ വില കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ മക്കളെ,
ഐ ഐ ഇങ്ങനെ 2 ഐ എഴുതിയെന്ന് വിചാരിച്ചു. ഐ ഇങ്ങനെ 2 ഐ എഴുതിയെന്ന് വിചാരിച്ചു. അപ്പം ഐ 2 തവണ ആവർത്തിച്ചാൽ ഐയുടെ വില 1 അല്ലേ? 1 കൂട്ടുന്ന 2 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നു അത്രയും തവണ അതിൻ്റെ വില കൂട്ടണം. ഇനി എക്സ് 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 എന്ന് കണ്ടോ? എക്സ് 10 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം 10 + 10 + 10 എന്നാണ്. എത്രയാ? 30. കണ്ടോ? അപ്പോൾ ഒരു റോമൻ ചിഹ്നം ആവർത്തിച്ചു വരികയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നുവോ അത്രയും തവണ അതിൻ്റെ വില കൂട്ടണം. ഇനി എം 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 കണ്ടോ? എം 1000 അല്ലേ? അപ്പോൾ 1000 + 1000 + 1000 3000 ആണ്. കണ്ടോ? സി സി എന്ന് പറഞ്ഞാൽ 100 + 100 200 ആണ്. അപ്പോൾ ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നു അത്രയും തവണ അതിൻ്റെ വില കൂട്ടണം. കറക്റ്റ് അല്ലേ? ശരി. അടുത്ത കാര്യം അവർ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ചേ. അടുത്ത പോയിന്റ് അവർ പറഞ്ഞേക്കുന്നത് ഒരു റോമൻ ചിഹ്നം 3-ൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. റോമൻ ചിഹ്നം ആവർത്തിക്കുന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ 3-ൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം 40 എന്ന് എഴുതാൻ നമ്മൾ എക്സ് 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 ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 3-ൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല റോമൻ ചിഹ്നം. കേൾക്കുന്നുണ്ടോ? 3-ൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത പോയിന്റ്, റോമൻ ചിഹ്നങ്ങളായ VLD ഒരിക്കലും ആവർത്തിക്കില്ല. എല്ലാ റോമൻ ചിഹ്നങ്ങളും ആവർത്തിക്കില്ല. വിയും എല്ലും ഡിയും ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ 10 എന്ന് എഴുതാൻ വി 2 തവണ എഴുതി 10 എന്ന് എഴുതാൻ പറ്റില്ല. കണ്ടോ? എൽ 2 തവണ എഴുതി 100 എന്ന് എഴുതാൻ പറ്റില്ല. പറഞ്ഞ് മനസ്സിലായോ? VLD ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പഠിച്ചു വെക്കണം. എങ്ങനെ ഓർക്കും VLD? വി നമ്മൾ LDക്ക് പഠിക്കുന്നു. VLD ഇങ്ങനെ ഓർത്താൽ പോരെ. VLD ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. LDക്ക് പഠിക്കുന്നു. അപ്പോൾ VLD ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ എന്താ ഒന്നാമത്തെ റൂള്? ശ്രദ്ധിച്ച് കേട്ടെ. ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നുവോ അത്രയും തവണ അതിൻ്റെ വില കൂട്ടണം. എന്നാൽ റോമൻ ചിഹ്നങ്ങൾ 3 തവണയിൽ കൂടുതൽ ആവർത്തിക്കാൻ പാടില്ല. VLD ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ റൂൾ 1 സെറ്റാണോ? ഒന്നുകൂടെ പറയാം. ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നുവോ അത്രയും തവണ അതിൻ്റെ വില കൂട്ടണം. റോമൻ ചിഹ്നം വിയും എല്ലും ഡിയും ആവർത്തിക്കില്ല. VLDക്ക് പഠിക്കുന്നവർ VLD ഒരിക്കലും ആവർത്തിക്കില്ല. ഇനി 3 തവണയിൽ കൂടുതൽ ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കാൻ പാടില്ല. റെഡി? സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത റൂളുകൾ കേൾക്കാം. അടുത്ത റൂള് പറയുന്ന ഇതാണ്. ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കൂട്ടണം എന്ന് മനസ്സിലാക്കുക. ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കൂട്ടണം. ഉദാഹരണം മക്കളെ, VI കണ്ടോ? വിയുടെ വില 5ഉം ഐയുടെ വില 1ഉം അല്ലേ? അപ്പോൾ വലിയ സംഖ്യയുടെ വലത് ഭാഗത്തല്ലേ ചെറിയ സംഖ്യ വന്നേക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഇവ തമ്മിൽ കൂട്ടി എഴുതുക എന്നാണ് നിയമം. അപ്പോൾ ഒരു വലിയ സംഖ്യയുടെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ തമ്മിൽ കൂട്ടണം. അടുത്തത് ഇതുണ്ടോ? X11 X 10 അല്ലേ? ഇത് രണ്ടും 1 അല്ലേ? അപ്പോൾ വലിയ സംഖ്യയുടെ വലത് ഭാഗത്തല്ലേ ചെറിയ സംഖ്യയുടെ ചിഹ്നങ്ങൾ വന്നേ. അപ്പോൾ അതെന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. 12. കണ്ടോ? DCI D 500 അല്ലേ? C 100 അല്ലേ മക്കളെ? I 1 അല്ലേ? അപ്പം വലിയ സംഖ്യയുടെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നങ്ങൾ വന്നാൽ അത് കൂട്ടി എഴുതണം. 601 ആണിത്. കണ്ടോ? അപ്പോൾ ഒരു വലിയ സംഖ്യയുടെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. മനസ്സിലായല്ലോ? യെസ്. അടുത്ത റൂളെ, ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നങ്ങൾ വന്നാൽ കുറച്ചെഴുതണം. ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടത് ഭാഗത്താണ് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കുറയ്ക്കുവാണ് വേണ്ടത്. വലത് ഭാഗത്ത് വന്നാൽ കൂട്ടണം എന്ന് പഠിച്ചാൽ വിപരീതം. ഇടത് ഭാഗത്ത് വന്നാൽ കുറയ്ക്കണം. അതായത് ഇവിടെ ശ്രദ്ധിച്ചു, ഇതുണ്ടോ മക്കളെ? IV ഇവിടെ നോക്കി, ഇത് 5 അല്ലേ? ഇത് 1 അല്ലേ? അപ്പോൾ വലിയ സംഖ്യയുടെ ഇടത് ഭാഗത്തല്ലേ ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നേ. ഇങ്ങനെ വന്നാൽ ഇവ കുറച്ച് എഴുതണം. 5 - 1 4ആണിത്. അടുത്ത് നോക്ക്, CD വലിയ സംഖ്യയുടെ ഇടത് ഭാഗത്തല്ലേ ചെറിയ സംഖ്യ വന്നേ. ഇത് 500ഉം ഇത് 100ഉം മക്കളെ. ആണോ? അങ്ങനെ വന്നാൽ കുറച്ച് എഴുതണം. എത്ര? 400. ടെക്നിക്ക് പിടി കിട്ടിയില്ലോ? എങ്കിൽ മുന്നോട്ട്. വേറെ കുറച്ച് റൂളും കൂടെ ഉണ്ട്. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന ചെറിയ സംഖ്യയുടെ ചിഹ്നം 1-ൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല.
ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന ചെറിയ സംഖ്യയുടെ ചിഹ്നങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ 4 എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടതുവശത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നിട്ടുണ്ട്. ഇത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം 3 എന്ന് എഴുതാൻ 2 തവണ ഇങ്ങനെ പുറകിലേക്ക് കുറയ്ക്കാൻ പറ്റില്ല എന്ന്. ഒരു വലിയ സംഖ്യയുടെ ഇടതുഭാഗത്ത് വരുന്ന ചെറിയ സംഖ്യയുടെ ചിഹ്നം ഒന്നിൽ കൂടുതൽ ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ മക്കളെ നോക്ക്, 9 എഴുതുന്നത് ഇങ്ങനെയല്ലേ. അപ്പോൾ 8 എന്ന് എഴുതാൻ 2 എണ്ണം പുറകിൽ എഴുതാൻ പറ്റില്ല എന്ന്. വലിയ സംഖ്യയുടെ ഇടതുഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ അത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് എഴുതാൻ പറ്റില്ല, ഒറ്റ തവണ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് റോമൻ സംഖ്യകളായ ഐ മറ്റു റോമൻ സംഖ്യകളായ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഐ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ശരിയല്ലേ മക്കളെ? നമ്മുടെ വിയുടെ പുറകിൽ ഐ എഴുതാറുണ്ട്, അപ്പം 4. എക്സിൻ്റെ പുറകിൽ ഐ എഴുതാറുണ്ട്, 9. അല്ലാതെ നമ്മൾ എല്ലിൻ്റെ പുറകിൽ ഇത് എഴുതിയല്ല, ഇങ്ങനെയല്ല. ഈ എൽ 50, 49 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ, അതാണ് നിയമം. ഐ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എക്സ് എൽ സി എമ്മിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. അത് എളുപ്പമാണ്. എൽ സി എം, ലെസാഗു, എൽ സി എം അല്ലേ. എക്സ് എൽ സി എമ്മിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഐ വി എക്സിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഐ വി എക്സിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. എക്സ് ആണെങ്കിൽ എൽ സി എമ്മിനെ കുറയ്ക്കാൻ പാടുള്ളൂ. എൽ സി എം, എച്ച് സി എഫ്, എൽ സി എമ്മിനെ എക്സ് കുറയ്ക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനും എക്സ് കുറയ്ക്കാൻ പാടില്ല. ഐ വി എക്സിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് റോമൻ സംഖ്യയായ വി എൽ ഡി ഒരിക്കലും ഒരു വലിയ സംഖ്യയുടെ ഇടത് വരാൻ പാടില്ല. വി എൽ ഡിക്ക് പഠിക്കുന്നു അല്ലേ. ഇത് ഒരു സംഖ്യയിൽ നിന്നും കുറയ്ക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ വി എൽ ഡി ഒരിക്കലും ഒരു സംഖ്യയുടെ ഇടത് വരാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു സംഖ്യയിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. വി എൽ ഡിക്ക് പഠിക്കുന്നവർ വി എൽ ഡി ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല, അതായത് ഇടത് വശത്ത് വരാൻ പാടില്ല ഒരു സംഖ്യയുടെ. ഇതാണ് നിയമങ്ങൾ അല്ലേ. ഇത് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടൊക്കെ പൊക്കോ കേട്ടോ. ചോദ്യം വരുമ്പോൾ അത്യാവശ്യം എഴുതാൻ പറ്റും, ചെറിയൊരു ധാരണ ഉണ്ടായാൽ മതി. അല്ലാതെ വലിയ റൂള് പോലെ കാണാതെ വലിയ പഠിച്ചാൽ അങ്ങനെ. പക്ഷേ എനിക്ക് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ ആധികാരികമായിട്ടും നന്നായിട്ടും പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് ആ റൂളുകളെല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റത്തെ റൂളുകൾ ഒന്നുകൂടെ പറയാം മക്കളെ. ഐ വിന്ന് എക്സിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ, എക്സ് എൽ സി എമ്മിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ. ആണോ? വി എൽ ഡി, നമ്മൾ എൽ ഡിക്ക് പഠിക്കുന്നവർ, വി എൽ ഡി ഒരിക്കലും ഒരു സംഖ്യയുടെ ഇടതുഭാഗത്ത് വരാൻ പാടില്ല, അതായത് ഒരു വലിയ സംഖ്യയിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി വലിയ സംഖ്യയുടെ ഇടതുവശത്ത് വരുന്ന ചെറിയ സംഖ്യ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. കൺഫ്യൂഷൻ ആണോ? ഒന്നുകൂടെ പറയാവേ. ഐ വി എക്സിനെ കുറയ്ക്കാൻ പാടുള്ളൂ, ശരിയല്ലേ. എക്സ് എൽ സി എമ്മിനെ കുറയ്ക്കാൻ പാടുള്ളൂ, ശരി. ഒരു വലിയ സംഖ്യയുടെ ഇടതുവശത്ത് വരുന്ന ചെറിയ സംഖ്യ അല്ലെങ്കിൽ വലിയ ചിഹ്നത്തിന്റെ ഇടതുവശത്ത് വരുന്ന ചെറിയ ചിഹ്നം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. വി എൽ ഡിക്ക് പഠിക്കുന്നവർ, വി എൽ ഡി ഒരിക്കലും ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിന്റെ ഇടതുവശത്ത് വരാൻ പാടില്ല, അതായത് വലിയ സംഖ്യയിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. ഇതാണ് നിയമങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഒരു റൗണ്ടും കൂടെ നിയമങ്ങൾ വായിച്ചു തരാം. റോമൻ ചിഹ്നം, ഓക്കെ, ആദ്യം 0 ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണിത് അല്ലേ. റോമൻ അക്കങ്ങൾ ഉപയോഗിക്കുന്ന 7 ചിഹ്നങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഐ വി എക്സ് എൽ സി ഡി എം, എൽ സി ഡി മോണിറ്റർ, ഐ വി എക്സ്, എൽ 50, സി 100, ഡി 500, എം 1000. ഓക്കെ ആണല്ലോ. ഇനി മുന്നോട്ട്, ഒരു റോമൻ ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര തവണ ആവർത്തിക്കുന്നു അത്ര തവണ അത് കൂട്ടണം, അങ്ങനെയല്ലേ പറഞ്ഞ്. ഇനി റോമൻ അക്കങ്ങൾ 3 തവണയിൽ കൂടുതൽ ആവർത്തിക്കാൻ പാടില്ല, ശരിയല്ലേ. ഇനി വി എൽ ഡി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല, വി എൽ ഡിക്ക് പഠിക്കുന്നവർ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇനി പറഞ്ഞത്, ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിന്റെ വലത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കൂട്ടുക, ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിന്റെ ഇടത് ഭാഗത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കുറയ്ക്കുക. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ. ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിന്റെ ഇടതുവശത്ത് വരുന്ന ചെറിയ സംഖ്യയുടെ ചിഹ്നം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കാൻ പാടില്ല. ഐ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. എക്സ് എൽ സി എമ്മിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. വി എൽ ഡി ഒരിക്കലും ഒരു സംഖ്യയിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല, അതായത് ഒരു വലിയ സംഖ്യയുടെ ഇടതുവശത്ത് വരാൻ പാടില്ല. ഇനി ഒരു റൂളും കൂടെ, ഒരു റോമൻ ചിഹ്നത്തിന് മുകളിൽ വരയിട്ടാൽ ആ ചിഹ്നത്തിന്റെ വിലയെ 1000 കൊണ്ട് ഗുണിച്ച വില എന്നർത്ഥം കേട്ടോ.
ഒരു റോമൻ ചിഹ്നത്തിൻ്റെ മുകളിൽ വരയിട്ടാൽ ആ ചിഹ്നത്തിൻ്റെ വിലയെ 1000 കൊണ്ട് ഗുണിച്ച വില എന്നർത്ഥം കേട്ടോ. അപ്പം ഏതാ അത് മക്കളെ? വിയുടെ മുകളിൽ വലയിട്ട വി 5 അല്ലേ, 5 × 1000 5000 കണ്ടോ. എക്സിന് മുകളിൽ വരയിട്ട എക്സ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ, 10 × 1000 10000. അപ്പോൾ ഒരു റോമൻ ചിഹ്നത്തിൻ്റെ മുകളിൽ വരയിട്ടാൽ അതിൻ്റെ വിലയെ 1000 കൊണ്ട് ഗുണിച്ച വില എന്നർത്ഥം വരും. എങ്കിൽ നമുക്കിതിൻ്റെ ചില കണക്കുകൾ നോക്കാം. റോമൻ സംഖ്യ സിക്ക് തുല്യം ഏത്? ഞാൻ പറഞ്ഞു സി എന്ന് പറഞ്ഞാൽ സെഞ്ചുറി എന്ന് ഓർത്താൽ മതി. റോമൻ ചിഹ്നം സിക്ക് തുല്യം 100 അല്ലെ, L 50, D 500, M 1000. ഓക്കെ, നെക്സ്റ്റ് റോമൻ സംഖ്യ XL എത്ര? XL എത്ര എന്നാണ് നമുക്കതിൻ്റെ വില എഴുതാം. X എന്ന് പറഞ്ഞാൽ 10 ആണ്, L എന്ന് പറഞ്ഞാൽ 50 ആണ്. കണ്ടോ, ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടതുവശത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നു. അങ്ങനെ വന്നാൽ തമ്മിൽ കുറയ്ക്കണ്ടേ? 50 നിന്ന് 10 കുറച്ച് 40 ആണ് ഇതിൻ്റെ ഉത്തരം. കണ്ടോ മക്കളെ, ഒരു വലിയ സംഖ്യയുടെ ചിഹ്നത്തിൻ്റെ ഇടതുവശത്ത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കുറയ്ക്കണം. വലുതിൻ്റെ ഇടത് ചെറിയ സംഖ്യയുടെ ചിഹ്നം വന്നാൽ കുറയ്ക്കണം. 50 - 10 40 ഉത്തരം. സെറ്റ്. നെക്സ്റ്റ് MCD എന്ന റോമൻ സംഖ്യയ്ക്ക് തുല്യമായത് ഏത്? നമുക്ക് ഓരോന്നിൻ്റെ വില എഴുതാം. M 1000 അല്ലേ മക്കളെ, C സെഞ്ചുറി 100 ആണ്, D 500 ആണ്. ആണോ? അപ്പോൾ ദേ ആദ്യം ഈ ഭാഗം ചെയ്യാം. 500ൻ്റെ ഇടതുവശത്ത് ചെറുതല്ലേ കിടക്കുന്നത്, വലുതിൻ്റെ ഇടതുവശത്ത് ചെറുത് കിടന്നാൽ കുറയ്ക്കണം. 500ൽ നിന്ന് 100 കുറച്ചാൽ 400. ഓക്കെ, ഇനി എമ്മിൻ്റെ വലതുവശത്ത് 400 അല്ലേ, അപ്പോൾ കൂട്ടണം. 1000 + 400 1400. ഇത്രയുള്ള ടെക്നിക്ക്. ഓക്കെ, 69നെ റോമൻ അക്കത്തിൽ എഴുതണം. 69നെ റോമൻ അക്കത്തിൽ എഴുതാൻ പറഞ്ഞ് ഇതിനെ അങ്ങ് മുറിച്ചാൽ മതി. 60 + 9, 69 എന്ന് പറഞ്ഞാൽ എന്താ? 60 + 9. 60 എഴുതാൻ നമുക്കറിയാം 50 L അല്ലേ, അതിൻ്റെ കൂടെ 10 കൂട്ടിയാൽ പോരെ. LX ആണ് 60. കൂട്ടാൻ മുന്നിൽ എഴുതി വെക്കണം, വലത് എഴുതി വെക്കണം അല്ലേ. 9 നമുക്ക് എല്ലാവർക്കും അറിയാം 10ൽ നിന്ന് 1 കുറയ്ക്കുന്ന. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതിയാൽ മതി. LX IX, LX IX, LX IX. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 98നെ റോമൻ അക്കത്തിൽ എഴുതണം. മുറിച്ച് എഴുതുക. 90 + 8 ഇതല്ലേ 98 ആണ്. 90നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 90 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 10 കുറയ്ക്കുന്നതല്ലേ ആണ്. 100 ഏതാ? സി. 10 കുറച്ചു, XC. 10 കുറയ്ക്കണമെങ്കിൽ ഇടത്ത് എഴുതണം അല്ലേ. നമുക്കറിയാം എക്സ് എന്നത് LCM നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. I എന്നത് വിയിൽ നിന്ന് എക്സിൽ നിന്ന് കുറയ്ക്കാവുള്ളൂ, എക്സ് LCM നിന്ന് കുറയ്ക്കാവുള്ളൂ. അപ്പോൾ 100ൽ നിന്ന് 10 കുറച്ചാൽ 90 കിട്ടും. കുറയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യണം. 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5നോട് 3 തവണ 1 കൂട്ടണം അല്ലേ. ഇത് ഒരുമിച്ച് എഴുതുമ്പം XC VIII, XC VIII. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പം ഇങ്ങനെയാണ് റോമൻ ചിഹ്നങ്ങൾ കണ്ടുപിടിക്കുന്നത്. റോമൻ സംഖ്യാ സമ്പ്രദായം. കുറച്ച് റൂൾസും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, റിപ്പീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് കഷ്ടപ്പെട്ടൊന്നും പഠിക്കണ്ട. ജസ്റ്റ് അത്യാവശ്യം ഒരു ധാരണ ഇല്ലാതിരിക്കരുത് ഒരു ചോദ്യം വരുമ്പോൾ. ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തട്ടിമുട്ടി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഒരു ധാരണയില്ലാതായി പോകരുത്, അതിനു വേണ്ടിയേ പഠിപ്പിച്ച്. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കേൾക്കണുണ്ടോ? യെസ്. 13 പാർട്ട് വീഡിയോയിലൂടെ ഞാൻ മാക്സിമം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. ഈ ആവശ്യമില്ലാത്തതൊന്നും അല്ല പഠിപ്പിച്ചേ, ആവശ്യമുള്ളത് തന്നെ പഠിപ്പിച്ചേ. എക്സാമിന് ഒരു തവണയിലും വന്നിട്ടുള്ളതേ പഠിപ്പിച്ചിട്ടുള്ളൂ. കേൾക്കണുണ്ടോ? അപ്പം നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു. 13 പാർട്ടായപ്പോൾ നമ്പേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒറ്റ വീഡിയോ ആയിട്ട്
ലെങ്തി ഒരു വീഡിയോ ആയിരിക്കും. അത് ആയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അത് നിങ്ങളുടെ PYQ ബുക്കിൽ എഴുതണം. നമ്മൾ പറഞ്ഞു ക്ലാസ്സിലെടുക്കുന്ന നോട്ട്സ് ഒരു ബുക്ക്, PYQ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ബുക്ക് അല്ലേ. അപ്പോൾ ഇത് ക്ലാസ് നോട്ട്സ് ആണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ PYQs എഴുതാൻ വേറൊരു ബുക്ക് മേടിക്കുക, ഓരോ ചാപ്റ്ററിൻ്റെ. അപ്പം ഈ 13 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ് ഇതിൻ്റെ ക്ലാസ് നോട്ട്. വൃത്തിയായിട്ട് എഴുതിയില്ലോ? എഴുതി. ഇനി ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേറെ ഒരു സെപ്പറേറ്റ് ബുക്ക് മേടിക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ എഴുതിയാലും മതി. പക്ഷേ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ കാണും. 2003 മുതലുള്ള ചോദ്യങ്ങളുണ്ട് നമ്പേഴ്സിന്. കാരണം നമ്പേഴ്സ് ഒത്തിരി വലുതാണ് മക്കളെ, കുറേ ചോദ്യങ്ങളുണ്ട്, പഠിക്കണം നിങ്ങൾ, ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഒരു സെപ്പറേറ്റ് ബുക്കിൽ എഴുതിയാൽ നല്ലതായിരിക്കും. ഇതേ തന്നെ എഴുതിയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ ഇത് കഴിയുമ്പോൾ തന്നെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതാൻ പോയാൽ അത് കുറച്ച് ചോദ്യം ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായി പോകും. അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് ബുക്കിൽ PYQസിന് വേണ്ടി മാത്രം ഒരു ബുക്ക് മേടിക്കുക. സെപ്പറേറ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ PYQs മാത്രം എഴുതുക. ഇത് ക്ലാസ് നോട്ടാണ്. ഇതും അത് മിക്സ് ചെയ്യണ്ട. ക്ലാസ് നോട്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി, PYQസിന് സെക്കൻഡ് പ്രയോറിറ്റി. അപ്പോൾ അത് 2 ബുക്കിൽ എഴുതാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സാം ആകുമ്പോൾ ഒന്നും തീരാതായി പോകും. അപ്പോൾ അത് നിങ്ങൾ സമയം കണ്ടെത്തി ചെയ്തു തീർത്തോണം. അപ്പോൾ ശരി, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ലൈക്കായി രേഖപ്പെടുത്തണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് എന്തേറെ തിരക്കുണ്ടെങ്കിലും കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യാനുള്ളെങ്കിലും എന്നെ വിശ്വസിച്ച് കൂടിയവരെ ഒരിക്കലും എന്തായാലും ചതിക്കില്ല. അപ്പം അതുകൊണ്ട് സാറ് കണ്ടിന്യൂ ചെയ്യുമോ, സാറ് നിർത്തിക്കളയുമോ, പല ടെൻഷൻ ആളുകൾക്ക്. ഇത്രയും ക്ലാസ്സുകൾ ഞാൻ ചെയ്യണില്ലേ മക്കളെ? എന്തേലും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പലരും കാണുന്നുണ്ട് എന്നല്ലാതെ ഒന്ന് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് 4 പേരിലേക്ക് എത്തിക്കാനും നമ്മളെ ചാനലൊന്ന് വളർത്താനും നിങ്ങൾ നല്ലൊരു കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യം ഒന്ന് അറിയിക്കാനും ഒക്കെ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ചാനൽ ഇങ്ങനെ വളരുകയും കൂടെ ചെയ്യും. അപ്പോൾ അത് നടത്തുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാകും. നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കുമ്പം അത് വളരണം. അത് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ നല്ല മക്കളെ, നിങ്ങൾ ഏത് യൂട്യൂബ് ക്ലാസ് കണ്ടാലും അവരെന്തേലും എഫേർട്ട് എടുക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾ അവർക്ക് ഇത്ര നല്ല രസമുള്ള എളുപ്പമുള്ള കാര്യമാണ്. അല്ല മക്കളെ, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ എൻ്റെ നല്ല എല്ലാവർക്കും ചെയ്യണം എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടാണ് ചെയ്യണേ. ഒരു നല്ലൊരു വാക്ക് പറയാൻ, സാറേ നന്നായിരുന്നു, ഉപകാരപ്പെട്ടു. ഉപകാരപ്പെട്ടാൽ പറഞ്ഞാൽ മതി, ഇല്ലേ പറയണ്ട. ആർട്ടിഫിഷ്യലായിട്ടൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക എല്ലാവരോടും. എൻ്റെ നല്ല. കാരണം അധ്യാപകരെടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം, ഞാൻ അധ്യാപകനായതുകൊണ്ട്. അപ്പോൾ ശരി, ടാറ്റ.